തിരു ദിനേശ്, ഹൈക്കോടതിയിലുള്ള കേസിന്റെ സ്റ്റാറ്റസ് എന്താണിപ്പോൾ? ഹൈക്കോടതിയിലുള്ള കേസ് കൃഷ്ണരാജ് വക്കീലാണ് നടത്തുന്നത്. ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജനുവരി 10-ാം തീയതി പോകുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയിൽ കേസ് മൂവ് ചെയ്തിരുന്നു. പിന്നീട് ഞാൻ കൃഷ്ണരാജ് വക്കീലിനോട് ഇതിന്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുകയുണ്ടായി. അന്വേഷിച്ചപ്പോ സ്റ്റേ ഓർഡറോ കാര്യങ്ങളോ കിട്ടിയില്ല, വൈകാതെ കിട്ടും എന്ന് മാത്രമുള്ള മറുപടിയാണ് അവിടെ നിന്നുള്ളത്. അവിടുന്ന് കോടതി ചോദിക്കുന്നുണ്ട്, ഇവിടെ ക്ഷേത്രമുള്ള തെളിവ് തരൂ എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്. അല്ല, സജയൻ മുഖേന എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എല്ലാ തെളിവുകളും കൊടുത്തിട്ടുണ്ട്. ആ കാലത്ത് തന്നെ എനിക്ക് തോന്നുന്നു, ഞാനെന്ന് പറഞ്ഞല്ലോ, ജന്മഭൂമി പത്രത്തിലും അന്നത്തെ പുണ്യഭൂമി പത്രത്തിലും ഇതിന്റെ ഫോട്ടോ സഹിതം വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ ആ പത്ര കട്ടിംഗ് ഒന്നും നമുക്ക് ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ രണ്ട് പത്രങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോ യാതൊരു ഓർഡറും ഉത്തരവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരം. പ്രദേശവാസികൾക്ക് അറിയാമല്ലോ അല്ലെ, നേരത്തെ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന്? തീർച്ചയായിട്ടും അവിടെ പ്രദേശവാസികൾക്ക് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവിടെ തന്നെ അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, സജന കാര്യം പറയും. ആ ക്ഷേത്രഭൂമിയിൽ നിന്നും അതിന് കിഴക്ക് ഭാഗത്തുള്ള ഒരു ദേവീ ക്ഷേത്രത്തിലേക്ക് താലം എഴുന്നള്ളിപ്പ് കൊണ്ടുപോയിരുന്നത് അവിടെ നിന്നാണ്. അത് ഇപ്പൊ തടഞ്ഞിരിക്കുക. 2 കൊല്ലമോ മറ്റോ ആയിട്ടുള്ളൂ. അതുവരെ ആ ക്ഷേത്രഭൂമിയിൽ നിന്നാണ് താലം കൊളുത്തിയിരുന്നത്. ഒരു ചുറ്റുമതിലൊക്കെ കെട്ടി ഇപ്പൊ ചുറ്റുമതിലിനപ്പുറം റോഡിൽ വെച്ചാണ് ഓരോ വർഷവും ഇപ്പൊ ആ താലം കൊണ്ടുപോകുന്നത്. അപ്പൊ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടെ ഹിന്ദുക്കൾക്കും അറിയാം, മുസ്ലിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇത് ക്ഷേത്രഭൂമിയാണ്. അപ്പൊ ഇവിടെ ഒരു നല്ല ഒരു തീരുമാനത്തിൽ എത്തി ഈ ക്ഷേത്രഭൂമി ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഈ മൗനത്തുൽ ഇസ്ലാം സഭ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് ഒരു തരത്തിലും മുസ്ലിം വിശ്വാസപ്രകാരം നേരെ കടക വിരുദ്ധമാണത്. അത് ഒരു മതപണ്ഡിതനും ഇത് ശരിയായി എന്ന് പറയില്ല. ആ രേഖ പരിശോധിച്ചാൽ തന്നെ അറിയാം. മാത്രമല്ല, അവിടെ തന്നെ ആ വഖഫ് ആധാരത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അവിടെ ഒരു കൊപ്രാക്കളമുണ്ട്. ആ കൊപ്രാക്കളം നിന്നിരുന്ന സ്ഥലത്ത് പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു കൊപ്രാക്കളത്തിന്റെ പട്ടിക ക്ഷേത്രത്തിന്റെ പട്ടികയും വിവരണങ്ങൾ മുഴുവൻ കൊപ്രാക്കളവും. അപ്പൊ രണ്ടും 2 ഭൂമിയാണ്. അവിടെ ഒരു വലിയൊരു അന്വേഷണം പോലും ഇതിന് നടക്കേണ്ടതുണ്ട്. ഇതിൽ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ കുടുങ്ങും. ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ പങ്കുണ്ട്. രജിസ്ട്രാർമാർക്ക് അടക്കം പങ്കുണ്ട്. അല്ല, ഈ ക്ഷേത്രഭൂമി എങ്ങനെയാണ് പട്ടയം ചെയ്ത് കൊടുക്കുന്നത്? പട്ടയം കൊടുക്കാൻ പറ്റില്ല. ക്ഷേത്രഭൂമി തീരെ പട്ടയം കൊടുക്കാൻ പാടില്ല. ദേവസ്വം ലാൻഡ് ട്രൈബ്യൂണലുകൾ ഇപ്പൊ നിലവിലുണ്ട്. ദേവസ്വം ലാൻഡ് ട്രൈബ്യൂണലുകളിൽ 10,000-കണക്കിന് അപേക്ഷകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക ദേവസ്വം ഭൂമിയിൽ പട്ടയത്തിന്. അപ്പൊ ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന ഭൂമി അല്ലാത്ത സ്ഥലത്ത് 10,000-കണക്കിന് ഏക്കർ ഭൂമി ഓരോ ക്ഷേത്രത്തിനും പഴയ കാലത്ത് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഈ ഭൂപരിഷ്കരണം നിയമം വന്നതോടുകൂടിയാണ് ആകെ താറുമാറായത്. അപ്പൊ ആ ക്ഷേത്ര ഭൂമി പട്ടയം കൊടുക്കാൻ വേണ്ടി അപേക്ഷിക്കുമ്പോൾ തന്നെ ദേവസ്വത്തിന് നോട്ടീസ് കൊടുക്കും. ഞാനൊരു വക്കീൽ കുമസൻ കൂടി ആയതുകൊണ്ടാണ് അത് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ്. എന്നിട്ട് ആ ദേവസ്വത്തിന്റെ നോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ദേവസ്വം ലാൻഡ് ട്രൈബ്യൂണലിൽ ഹാജരായില്ലെങ്കിൽ എക്സ്പാർട്ടിയായി വിധിയാവുകയും അതിന് പട്ടയം കൊടുക്കുകയും ചെയ്യും. ഇവിടെ നോട്ടീസ് ആർക്കാ കൊടുക്കേണ്ടത്? ഗുരുവായൂർ ദേവസ്വത്തിനാണ്. അപ്പൊ ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഒരു കക്ഷിയാണ്. നമുക്ക് ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണത്. പക്ഷേ ഗുരുവായൂർ ദേവസ്വം എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൽ പറയുന്നത്. തളിയിലെ അമ്പലപ്പറമ്പ് എന്ന് പറഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ഊരാളൻ മാനവിക്രമ സാമൂതിരി രാജാവും മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിയും ജോയന്റ് 2 പേരുടെയും കൂട്ടായ ഊരായ്മയിലാണ് എന്ന് രേഖകൾ, ഒന്നിലേറെ രേഖകൾ പറയുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ ലാൻഡ് ട്രിബ്യൂണലിൽ ഇത് പോയിട്ടില്ലല്ലോ. അങ്ങനെയാണല്ലോ പറയുന്നത്. ശരിയാവും. ലാൻഡ് ട്രിബ്യൂണലിൽ നിന്ന് പട്ടയം കിട്ടിയിട്ടില്ലേത്. അത് പറയുന്ന പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നാണ്. അവിടെയും വൈരുദ്ധ്യം ഏറെയാണ്. പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നും താലൂക്ക് ഓഫീസിൽ നിന്നും എങ്ങനെയാണ് ഒരു ക്ഷേത്രഭൂമിക്ക് പട്ടയം കൊടുക്കുക? ഒരു പുറമ്പോക്ക് ഭൂമി അല്ലെങ്കിൽ മിച്ചഭൂമി ഇതൊക്കെയല്ലേ കൊടുക്കുക. ഇത് ഗുരുവായൂർ ദേവസ്വം ഭൂമിയാണ് എന്ന് വളരെ ആധികാരികമായ രേഖയുള്ള ഈ ഭൂമിയാണ് എനിക്ക് പൊന്നാനി താലൂക്ക് കച്ചേരിയിൽ നിന്നും ജന്മപട്ടയം കിട്ടി എന്ന് പറയുന്നത്. അതേസമയം കിട്ടിയ ആധാരത്തിൽ തന്നെ നേരത്തെ പറയുന്നത് എന്താ? ആമിനുമ മുതലായവർക്ക് ജന്മമാണെന്ന്. ഒരു ഭൂമിക്ക് എങ്ങനെ 2 ജന്മം വരിക? എങ്ങനെ 2 പട്ടയം കിട്ടുക? 487, 458 2 പട്ടയ നമ്പർ ഉണ്ട്. അത് ഏതാണ്? വല്ല കുഴയുന്ന ഒരു പ്രശ്നമാണിത്. രേഖകളിലാകട്ടെ, രജിസ്ട്രേഷനുകളാകട്ടെ, കൈവശം വെക്കുന്നതിലാകട്ടെ.
ഇതില് എ ടു സെറ്റ് ഇതില് അഴിമതി നടന്നിട്ടുണ്ട്, ഇതില് ദുർവിനിയോഗം നടന്നിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വം ഇത് അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നു എന്നുള്ളത് കുറ്റകരമായ ഒരു അനാസ്ഥ തന്നെയാണ്. ഇത് ഹിന്ദു സമൂഹം, വിശ്വാസി സമൂഹം തിരിച്ചറിയണം. ഗുരുവായൂർ ദേവസ്വം ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടാവുകയും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. പഞ്ചായത്ത് ഭരിക്കുന്നതാരാണ്? പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? CPM ഇടതുപക്ഷാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, പ്രതിപക്ഷത്ത് ലീഗുമാണ്. അതെ അതെ. ഇതിൽ വേറെ ഒരു ഇതുണ്ട്. ഇത്തരം ഞാൻ മനസ്സിലാക്കുന്നത്, പൊന്നാനിയെ ഒരു പൈതൃക നഗരമാക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൽ ഒരു പ്രപ്പോസൽ നിലവിലുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും പുരാതനമായ പല കാര്യങ്ങളും പൊന്നാനിയിൽ നിന്നും നീക്കം ചെയ്യുക എന്ന ഒരു ലക്ഷ്യമുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നീക്കം ചെയ്തു, അതിന്റെ തൊട്ടപ്പുറത്ത് ആര്യ സമാജം പൂർണ്ണമായി നീക്കം ചെയ്തു എന്നുള്ളതാണ്. പൊന്നാനിയിലെ ആര്യ സമാജം, കോഴിക്കോട് ആര്യ സമാജത്തിന് തുല്യമായ പൊന്നാനി ആര്യ സമാജം പഴയ കെട്ടിടമാണ് എന്ന് പറഞ്ഞ് നീക്കം ചെയ്തു. അങ്ങനെ നീക്കം ചെയ്തത് പിന്നിൽ, കാരണം ഇങ്ങനെയുള്ള ആര്യ സമാജം എന്തിനാ അവിടെ വന്നു? അതിന്റെ ചരിത്രം നോക്കുമ്പോൾ ഈ പൈതൃക നഗരത്തിന്റെ കൂട്ടത്തിൽ ഇത് കൂടെ വരാൻ പാടില്ല. അങ്ങനെ എന്തൊക്കെയോ ഒരു ഗൂഢ ലക്ഷ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ബലമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ തന്നെ മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് പള്ളി പണിയേണ്ട കാര്യമൊന്നുമില്ല. മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് നേരത്തെ അവിടെ ഒരു സ്കൂൾ തുടങ്ങിയെന്നാണ് പറയുന്നത്. അവിടെ കുട്ടികൾക്കൊന്നും വയ്യാണ്ട് ദീനം വരിക എന്തൊക്കെയോ ചെയ്ത് രക്ഷിതാക്കള് അവിടെ കുട്ടികളെ പഠിക്കാൻ അയക്കാതിരിക്കുകയും അങ്ങനെയാണ് അത്ര ആ സ്കൂൾ അവിടുന്ന് മുടങ്ങിപ്പോകുന്നത്. അപ്പൊ പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് എത്ര ഭൂമിയുണ്ടെന്ന് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് തന്നെ അറിയില്ല. കാരണം അത്രമാത്രം ഭൂമിയുണ്ട്. അപ്പൊ അത്രയും ഭൂമിയുള്ള മൗനത്തുൽ ഇസ്ലാം സഭ അവിടെ തന്നെ വളരെ നിശബ്ദമായി കുറെ കാലം കാത്തിരുന്നതിന് ശേഷം എല്ലാ സാഹചര്യവും അണങ്ങിയപ്പോ അവിടെ ഒരു പള്ളി പണിയാൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രവർത്തനം എങ്ങനെയാണ്? മൗനത്തുൽ ഇസ്ലാം സഭ ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളമായി അവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു ഇസ്ലാമിക സംഘടനയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇത് ഈ മഞ്ചേരിയിലെ സത്യസരണി പോലുള്ള സ്ഥാപനമാണ്. അത് മറ്റൊരു രീതിയിൽ. അപ്പൊ ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അവിടെ കൊണ്ടുവന്ന് അവരെ മതത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് പേരും അവിടെ മൗനത്തുൽ ഇസ്ലാം സഭയിൽ പോയ ഒരാള് ഒരിക്കൽ എന്നോട് പറയുണ്ടായി, അവിടെ മതപരിവർത്തനത്തിന് വേണ്ടി പോയി, പിന്നെ അവിടെ നിന്ന് പൂരി എന്തോ ചെയ്താൽ തോന്നുന്നു. ഇങ്ങനെ മതപരിവർത്തനത്തിന് വരുന്ന ആളുകളെ കാണാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അവിടെ ആളുകൾ സന്ദർശിക്കാറുണ്ട്, അത്ര മുസ്ലിങ്ങൾ തന്നെ. അപ്പൊ അങ്ങനെ മൗനത്തുൽ ഇസ്ലാം സഭയിൽ ഹിന്ദു ധർമ്മത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആകട്ടെ മറ്റൊരു മതമാകട്ടെ അവിടുന്ന് ഒരു പൂർണ്ണമായ ഒരു ഇസ്ലാമിക ചിന്തയോടുകൂടി ആളുകളെ തിരിച്ചയക്കുന്ന സർട്ടിഫിക്കറ്റോട് തിരിച്ചയക്കുന്ന ഒരു കേന്ദ്രമാണ് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ. അവിടുന്ന് പതിനായിരക്കണക്കിനൊന്നല്ല അത്രയും ആളുകള് മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ആളുകളെ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു മതപരിവർത്തന കേന്ദ്രമാണ് പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭ. ആ മതപരിവർത്തന കേന്ദ്രമാണ് അവിടെ ഈ ക്ഷേത്രഭൂമിയിൽ പള്ളി നിർമ്മിക്കുന്നത്.